നമസ്കാരം. ഇന്ന് ബംഗളൂരു നിവാസികൾക്ക് ഡബിൾ ലോട്ടറി അടിച്ച ദിവസമായിരുന്നു. വന്ദേ ഭാരതും മെട്രോ സർവീസും ഒരുമിച്ച് ലഭിച്ചതാണ് സന്തോഷത്തിന് കാരണം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബംഗളൂരു ബെലേഗാവി വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 3 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബെലേഗാവിയിലെ ക്രാന്തിവീർ സംഗോളി രായണ്ണ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ബംഗളൂരു ബെലേഗാവി മാതാ വൈഷ്ണവ ദേവി, കത്ര അമൃത്സർ, നാഗ്പൂർ പൂനെ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പുറമെ ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയെ ബൊമ്മനഹള്ളിയുമായി ബന്ധിപ്പിക്കുന്ന യെല്ലോ ലൈൻ മെട്രോ സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2 ഇടനാഴികളുള്ള നന്മ മെട്രോയുടെ 3ാം ഘട്ടത്തിന് തറക്കല്ലിട്ടു. അമൃത്സർ ശ്രീ മാതാ വൈഷ്ണവ ദേവി, കത്ര, നാഗ്പൂർ പൂനെ ട്രെയിനുകൾ ബംഗളൂരിൽ നിന്ന് ഓൺലൈനിലൂടെയാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ദീർഘകാലത്തെ കാത്തിരിപ്പിനും മുറവിളികൾക്കും ഒടുവിലാണ് ബംഗളൂരു ബെലേഗാവി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ സർവീസുകൾ ആരംഭിക്കും. കർണാടകത്തിന് അനുവദിച്ച 11ാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. കർണാടകത്തിന് അനുവദിച്ച മറ്റ് 10 വന്ദേ ഭാരത് സർവീസുകളിൽ 5 സർവീസുകൾ ബംഗളൂരിൽ നിന്ന് ധാർവാഡ്, അതോടൊപ്പം തന്നെ കലബുറഗി, ഹൈദരാബാദ്, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിലേക്കും 2 സർവീസുകൾ, അതോടൊപ്പം തന്നെ മൈസൂർ, ചെന്നൈ റൂട്ടിലും 2 സർവീസുകളും, ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരം, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 1 സർവീസും, ഹുബള്ളി, പൂനെ റൂട്ടിലുമാണ് സർവീസ് നടത്തുന്നത്. രണ്ടാമത്തെ നടന്ന ചടങ്ങിൽ 19.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള നന്മ മെട്രോ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസം പകരുമെന്ന് കരുതപ്പെടുന്നതാണ് നന്മ മെട്രോ യെല്ലോ ലൈൻ. RV റോഡ് മുതൽ ഭോമസാന്ദ്ര വരെ 16 സ്റ്റേഷനുകളിലായി 19 കിലോമീറ്റർ ദൂരത്തിലാണ് യെല്ലോ ലൈൻ. ഇലക്ട്രോണിക് സിറ്റി, സിൽക്ക് ബോർഡ് ജംഗ്ഷൻ എന്നീ മേഖലകളിലൂടെയാണ് യെല്ലോ ലൈൻ കടന്നു പോകുന്നത്. 5506.99 കോടി രൂപ ചെലവിട്ടാണ് ബംഗളൂരു മെട്രോ യെല്ലോ ലൈൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. 25 മിനിറ്റ് കൂടുമ്പോൾ സർവീസ് നടത്തുന്ന 3 മെട്രോ ട്രെയിനുകളാണ് ഈ ലൈനിലുള്ളത്. ഇവയെല്ലാം ഡ്രൈവർ ഇല്ലാ ട്രെയിനുകളാണ്. യാത്രക്കാർക്ക് നാളെ രാവിലെ 5 മണി മുതൽ യെല്ലോ ലൈൻ റൂട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും. ഇതോടെ ബംഗളൂരു മെട്രോ ശൃംഖല 96.1 കിലോമീറ്ററായി വികസിച്ചു. ഡൽഹിക്ക് ശേഷം ഏറ്റവും ദൈർഘ്യമേറിയതാണിത്. ഉദ്ഘാടനത്തിന് ശേഷം രാഗിഗുണ്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് മോദി മെട്രോയിൽ സഞ്ചരിക്കുകയും ചെയ്തു. QR കോഡ് സ്കാൻ ചെയ്ത് UPI വഴി പണമടച്ചാണ് ഇലക്ട്രോണിക് സിറ്റി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് പ്രധാനമന്ത്രി വാങ്ങിയത്. വലിയ ജനക്കൂട്ടവും ഇവിടെ പ്രധാനമന്ത്രിയുടെ യാത്ര കാണാനെത്തിയിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിച്ചു. യെല്ലോ ലൈനിനെ കുറിച്ചും അതിൽ റൂട്ടിനെ കുറിച്ചും സ്റ്റേഷനുകളെ കുറിച്ചും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ മോദിക്ക് വിശദീകരണം നൽകുകയും ചെയ്തു. തുടർന്ന് ബംഗളൂരിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നടന്ന പരിപാടിയിൽ നന്മ മെട്രോയുടെ 3ാം ഘട്ടത്തിന് തറക്കല്ലിട്ടു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, MPമാരായ LS തേജസ്വി സൂര്യ, ഡോക്ടർ CN മഞ്ജുനാഥ്, BMRCL ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.